സമ്മർ സ്പ്രിംഗ് ഗാർഡനിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഗ്രൗണ്ട് ഓർക്കിഡ് എങ്ങനെ റീപോർട്ട് ചെയ്യാം, ധാരാളം തൈകളും പൂക്കളും ഉണ്ടാവാനായിട്ട് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഗ്രൗണ്ട് ഓർക്കിഡ് നടേണ്ടത് എന്നാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ റീപോർട്ട് ചെയ്യാൻ പോകുന്ന ഗ്രൗണ്ട് ഓർക്കിഡ് ഇതാണ് കേട്ടോ. കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ചട്ടിയിൽ അധികം വളർച്ചയൊന്നുമില്ലാതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് ചെയ്യാനുള്ള സമയം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് പോട്ടി മിക്സ് എന്താണെന്ന് നോക്കാം. പോട്ടി മിക്സിനായി ഞാൻ എടുത്തിരിക്കുന്നത് തുല്യ അളവിൽ ഗാർഡൻ സോയിലും ഉണങ്ങിയ ചാണകപ്പൊടിയുമാണ്. ഗാർഡൻ സോയിലിൽ കുറച്ച് കല്ലുകളൊക്കെയുള്ള ടൈപ്പാണ്, അങ്ങനത്തെയാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ ഗാർഡൻ സോയിലിൽ കല്ലുകളൊന്നും ഇല്ലെങ്കിൽ കുറച്ച് ചരൽ ചേർക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡിന് വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചാണകപ്പൊടിക്ക് പകരം ഉണങ്ങിയ ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. എല്ലുപൊടി ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ചെടിയൊക്കെ നട്ട് 1 മാസം കഴിഞ്ഞ് നമുക്ക് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ചെടി ഒന്ന് പുറത്തേക്ക് എടുത്ത് അതിൻ്റെ ഡെഡായിട്ടുള്ള വേരുകളൊക്കെ കട്ട് ചെയ്ത് എടുക്കണം. ഇതിലിപ്പോൾ 3-4 തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 3-5 പോട്ടിലേക്കുള്ള തൈകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കരിക്കട്ടയാണ്. അടുത്തതായിട്ട് നമുക്ക് തൊണ്ട് വേണം. തൊണ്ട് സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡിൽ 1-2 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം ഒന്ന് ഉണക്കിയെടുക്കണം, അല്ലെങ്കിൽ ഫംഗൽ ബാധ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേരുകൾ ഫംഗൽ ബാധ വന്നിട്ട് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സാഫ് ഉപയോഗിക്കുന്നത്. സാഫിൻ്റെ ഒരു ഇമേജ് ഞാൻ ഇവിടെ കാണിക്കാം. ഇനി നമുക്ക് ചട്ടിയിൽ ആദ്യത്തെ ഒരു ലെയർ കല്ലുകൾ ഇട്ട ശേഷം തൊണ്ടുകൾ ഇങ്ങനെ ഇതുപോലെ അടക്കി വെച്ച് കൊടുക്കാം. അതിലേക്കാണ് നമ്മൾ പോട്ടി മിക്സും ചെടിയും ഒക്കെ നടാൻ പോകുന്നത്. കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തൊണ്ടിലേക്ക് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ വേരുകളൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് ഇത് നമ്മെ സഹായിക്കും. അതുകൊണ്ട് നിങ്ങൾ തൊണ്ട് എന്തായാലും ഉപയോഗിക്കണം. നിങ്ങൾക്ക് തൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്തതായിട്ട് കരിക്കട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം ഇട്ടാൽ മതിയാവും. അടുത്തതായിട്ട് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണ് ഇതിലേക്ക് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈ ഇതേപോലെ വെച്ച് കൊടുക്കുക. വയ്ക്കുമ്പോൾ അതിൻ്റെ ബൾബ് പോലെ ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിന് സ്യൂഡോ ബൾബ് എന്നാണ് പറയുക. ആ സ്യൂഡോ ബൾബ് മണ്ണിനടിയിൽ പോകാത്ത പോലെയാണ് വയ്ക്കേണ്ടത്. മണ്ണിനടിയിൽ പോയാൽ അത് ചീഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ തൈകൾ കുറേ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സ്യൂഡോ ബൾബ് മണ്ണിൻ്റെ മേലെ ഇരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ എപ്പോഴും ഗ്രൗണ്ട് ഓർക്കിഡ് നടുമ്പോൾ സ്യൂഡോ ബൾബ് മണ്ണിൻ്റെ മേലെ ഇരിക്കുന്ന പോലെയാണ് നടാറ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി തൈകൾ ലഭിക്കാറുണ്ട്. കുറേ പേര് പറയാറുണ്ട് അവർക്ക് തൈകളൊന്നും ഉണ്ടാവുന്നില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ സ്യൂഡോ ബൾബ് പുറത്ത് കാണുന്നത് പോലെ വേണം നടാനായിട്ട്. കുറച്ച് മണ്ണിട്ട് ഇതേപോലെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ തൊണ്ട് മുക്കി വെച്ച ഫംഗിസൈഡിൻ്റെ വെള്ളമുണ്ടല്ലോ, അത് കളയണ്ട, നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫംഗിസൈഡിൻ്റെ വെള്ളം ഒഴിക്കുമ്പോൾ വേഗം തന്നെ അടിയിലൂടെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ വേഗം തന്നെ പോയാലാണ് നമ്മുടെ പോട്ടി മിക്സ് നല്ല ലൂസാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ് ഗ്രൗണ്ട് ഓർക്കിഡിന് വേണ്ടത്. അപ്പോൾ ഞാൻ ഇന്ന് 3 ചട്ടിയിലാണ് നട്ടത്. അപ്പോൾ 3 ചട്ടിയിൽ നമുക്കിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരാഴ്ച തണലത്ത് വയ്ക്കണം. എന്നതിന് ശേഷമാണ് നമ്മൾ വെയിലത്തേക്ക് പതിയെ പതിയെ മാറ്റി വയ്ക്കാൻ പാടുള്ളൂ. ചെടിയുടെ ചുവട് ഡ്രൈ ആയതിനു ശേഷം മാത്രം അടുത്ത തവണ വെള്ളം കൊടുക്കുക. അപ്പോൾ ഞാൻ ഗ്രൗണ്ട് ഓർക്കിഡ് ഇങ്ങനെയാണ് നട്ടത്. നിങ്ങൾക്ക് ഇതിൽ വല്ല അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ തുടർന്ന് ഞാനിടുന്ന വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.